Hi friends, welcome to Hair Transplant Safari. Welcome to new episode of Celebrity Hair Reaction. ഞാൻ പുതിയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെലിബ്രിറ്റീസ് ഹെയറിനെ കുറിച്ച് റിയാക്ഷൻ ചെയ്യുക. അതായത് രണ്ടുപേരുടെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്ററായിരിക്കുന്ന അക്ഷർ പട്ടേലിൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് വീഡിയോ ചെയ്തത്. സെക്കൻഡ് വീഡിയോ നമ്മളെ സ്വന്തം ലാലേട്ടനെ കുറിച്ചായിരുന്നു. സോ രണ്ട് വീഡിയോ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ സ്വീകരിച്ചു. ഒരുപാട് കമൻറ്റ്സ് അതിന് വന്നു. ഇന്ന ആൾക്കാരെ കുറിച്ച് വീഡിയോ ചെയ്യണം, ഇന്ന ആൾക്കാരെ കുറിച്ച് വീഡിയോ ചെയ്യണം. അങ്ങനെ പേഴ്സണലി എനിക്ക് ഒരുപാട് വാട്സപ്പ് മെസ്സേജസ് വന്നു. അപ്പോൾ അങ്ങനെ നല്ല കുറേ ആൾക്കാർ കൂടുതൽ കമൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആരെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ വേണ്ടത് ആ വ്യക്തിയുടെ വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എനിക്ക് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഏറ്റവും ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മറ്റാരുമല്ല, നിങ്ങൾ തമ്മിൽ കണ്ടു കാണും. ക്യാപ്റ്റൻ കൂൾ മഹേന്ദ്ര സിംഗ് ധോണി. ഇന്ത്യൻ ക്രിക്കറ്റ് അടക്കി ഭരിച്ച ഒരാളാണ് മഹേന്ദ്ര സിംഗ് ധോണി. ധോണി അറിയാത്ത ആൾക്കാർ കുറവായിരിക്കും. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ധോണി അറിയാം. ഓക്കെ, ഞാൻ വളരെയധികം ധോണി ആരാധകനും കൂടിയാണ്. ആൻഡ് ഞാനൊരു ക്രിക്കറ്റർ കൂടിയാണ്. ഞാൻ കളിക്കുന്നത് അണ്ടറാം ക്രിക്കറ്റ് കേട്ടോ, ഓവറാമല്ല, അണ്ടറാം. നേരത്തിലൂടെ ബോളിടുന്നൊരു കളി. ഞാൻ കാസർഗോഡാണ്. കാസർഗോഡ് കൂടുതലും അണ്ടറാം ക്രിക്കറ്റാണ്, ടെന്നീസ് ബോളിലാണ് കളിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ കമൻട്രി ചെയ്യാറുണ്ട്. 5 ലാംഗ്വേജിൽ ഞാൻ കമൻട്രി ചെയ്യാറുണ്ട്. അതായത് ഹിന്ദി, ഇംഗ്ലീഷ് എന്തായാലും ചെയ്യും, കന്നഡ ചെയ്യും, മലയാളം ചെയ്യും, ആൻഡ് തുളു എന്നൊരു ലാംഗ്വേജ് അതുകൂടി ചെയ്യും. മുമ്പൊക്കെ ഞാൻ ഒരുപാട് ടൂർണമെൻറ്റുകൾ ഇങ്ങനെ കമൻട്രി ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടായിരുന്നു, സെവൻസ് ഒക്കെ. ഇപ്പോൾ അങ്ങനെ ഒരുപാട് ടൂർണമെൻറ്റ്സിൽ പോകാറില്ല. നമ്മുടെ നാട്ടിലൊക്കെ ടൂർണമെൻറ്റ്സ് ആകുമ്പോൾ ഞാൻ കമൻട്രി പറയാറുണ്ട്. സോ അതൊരു ഒരു ഇൻട്രസ്റ്റാണ് സംഭവം, ഒരു പാഷനായിരുന്നു. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോ, ബാക്ക് ടു ദ വീഡിയോ. ധോണിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആക്ച്വലി ധോണി, നമ്മൾ അറിയപ്പെടുന്ന ധോണി, ഒന്ന് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ഷോട്ടിനകത്ത് ഭയങ്കര ഫേമസ് ആണ്. കൂറ്റൻ സിക്സറുകൾ അടിക്കുന്നത്. അതേപോലെ തന്നെ സൂപ്പർ വിക്കറ്റ് കീപ്പിംഗ് ആണ്. ക്യുക്കാണ് അദ്ദേഹം, വളരെ ക്യുക്കാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് ശ്രദ്ധിച്ചുകൊണ്ടായിരുന്ന ഒറ്റൊരു കാര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ മുടി. ധോണിയെ നമ്മൾ ഇന്ത്യൻ ടീമിൽ ആദ്യം വന്ന 2004 ബംഗ്ലാദേശിനെതിരെയാണ് അദ്ദേഹം ആദ്യത്തെ ഒരു സീരീസ് കളിക്കുന്നത്, വൺ ഡേ ക്രിക്കറ്റ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു. നമ്മളെല്ലാം ഇങ്ങനെ അന്തം വിട്ടു നിന്നു. പ്രത്യേകിച്ച് ഈ കഷണ്ടി അല്ലെങ്കിൽ മുടി കൊഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് അന്തം വിട്ടു പോയി, എങ്ങനെയായി മുടി, ഇത്രയും നീളത്തിലുള്ള മുടി. സോ നമുക്കൊരു വികാരമാണത്. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എത്ര നല്ല മുടിയുള്ളൊരു വ്യക്തിയാണെങ്കിലും നമ്മളെ മുടി ചിലപ്പോൾ ഒരു ദിവസം കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒറ്റൊരു കാര്യം ഞാൻ യുവാക്കളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾക്കിപ്പോൾ ഭയങ്കര കട്ടിയുള്ള മുടിയുണ്ടാവും, ഒരു കാരണവശാലും അഹങ്കരിക്കരുത്. കാരണം ചിലപ്പോൾ അതും പോയി നമ്മളും കഷണ്ടി ആവാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോകുമ്പോൾ, സെലൂണിലൊക്കെ പോകുമ്പോൾ അവർ പറയും ഈ മുടിൻ്റെ അകത്ത് കത്രിക കയറുന്നില്ല. അത്രയും കട്ടിയായിരുന്നു എൻ്റെ മുടി, തിക്നെസ്സിലെ മുടി. പക്ഷേ ഞാനൊരു ഡൗൺ ദ ലൈൻ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ കംപ്ലീറ്റ് കഷണ്ടിയായി. എൻ്റെ പഴയ ഫോട്ടോസ് ഒന്ന് നോക്കുക. ഈ രീതിയിൽ കഷണ്ടിയായി ഞാൻ. ഈ രീതിയിൽ കഷണ്ടിയായ വ്യക്തി ഞാനിപ്പോൾ എൻ്റെ ഹെയർ നിൽക്കുന്ന ട്രാൻസ്പ്ലാന്റഡ് ഹെയർ ആണ്. 2 പ്രാവശ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. ആദ്യം 2019 ചെയ്തു, പൂനെയിലായിരുന്നു ആദ്യം ചെയ്തത്. അതിനുശേഷം സെയിം ക്ലിനിക്ക്, സെയിം ഡോക്ടേഴ്സ് ടീമൊക്കെ കൊച്ചിയിൽ ക്ലിനിക്ക് ഓപ്പൺ ചെയ്തു. അതിന് 2ാം സെറ്റിംഗ് കൊച്ചിയിൽ ചെയ്യുന്നു. ഇപ്പം ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം 6.5 വർഷം കംപ്ലീറ്റ് ആവുന്നു. 2 ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 8000 ഗ്രാഫ്റ്റാണ് എൻ്റെ തലയിൽ നിൽക്കുന്നത്. എൻ്റെ ഓണർ ഏരിയ വളരെ കുറവായിരുന്നു. സോ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഹെയർ ലൈൻ വരച്ചിട്ടാണ് ഡോക്ടർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അപ്പോൾ സെയിം ക്ലിനിക്ക് കോഴിക്കോടുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, കൊച്ചിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, ആൻഡ് അതേപോലെ തന്നെ GCC ദുബായിലൊക്കെ ഉണ്ട്. സോ ഇതാണ് എൻ്റെ ട്രാൻസ്പ്ലാന്റ് വിശേഷങ്ങൾ. എന്തായാലും മഹേന്ദ്ര സിംഗ് ധോണിയിലോട്ട് വരാം നമുക്ക്. അദ്ദേഹം 2004 തൊട്ടുള്ള ഞാൻ കാര്യങ്ങളാണ് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചുള്ളൂ. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ധോണിയെക്കുറിച്ച് വീഡിയോ നിങ്ങൾക്ക് ഇവിടെയും കിട്ടില്ല എന്ന് വിചാരിക്കുന്നു. കാരണം അത്രയും ഡീറ്റെയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. 2004 തൊട്ട് 2026 തൊട്ടുള്ള ഓരോ ഫോട്ടോസ് കാണിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സോ അത്രയും വാല്യുബിൾ വീഡിയോ ആയിരിക്കും ഈ വീഡിയോ. സോ 2004 ഫോട്ടോ ഞാൻ കാണിക്കാം. നോക്കി, ഈ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹെയർ. അതിനുശേഷം 2005 ആകുമ്പോൾ ഒന്നുകൂടി ഡെൻസിറ്റി കൂടി എന്ന് വേണം പറയാൻ. നോക്കി, സോ 2005, 2006 ഞാൻ ഓരോ സ്പീഡാക്കാണ്. 2006 ഇങ്ങനെ ഉണ്ടായിരുന്നു. 2007 ഇന്ത്യ വേൾഡ് കപ്പ്, 2020 വേൾഡ് കപ്പ് ഇന്ത്യ ആദ്യം ജയിക്കുന്ന സമയത്ത് ധോണി നല്ല ഹെയർ ഉണ്ടായിരുന്നു. 2008 അത്യാവശ്യം ഡെൻസിറ്റി ഉണ്ടായിരുന്നു, ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നു 2009 ശേഷം അദ്ദേഹത്തിൻ്റെ ഹെയർ ഫോൾ ചെറുതായിട്ട് സ്റ്റാർട്ടായി. 2009 നോക്കി, ചെറുതായിട്ടൊന്ന് ഹെയർ ലൈൻ്റെ അവിടെ കട്ടി കുറഞ്ഞിട്ട് ഹെയറൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2010 ആകുമ്പോൾ ഒരു ഫസ്റ്റ് ഗ്രേഡ് ബാൾനെസ്സിനോട് അദ്ദേഹത്തിൻ്റെ ഹെയർ വന്നു. 2010 ഫോട്ടോ നോക്കിയേ. നെക്സ്റ്റ് ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. 2010 കഴിഞ്ഞ് 2011 ഇന്ത്യ വേൾഡ് കപ്പ് ജയിക്കുകയാണ്, വൺ ഡേ വേൾഡ് കപ്പ്. ധോണിയായിരുന്നു ക്യാപ്റ്റന്. ആ സമയത്തുണ്ടായിരുന്ന മുടി നോക്കി, അതായത് ധോണിക്ക് കഷണ്ടി ആയി. മുടിയെല്ലാം വൈറ്റായി, തലയുടെ മുടിയും താടിയുടെ മുടിയെല്ലാം വൈറ്റായി. കാരണം ഒന്ന് ഈ വൈറ്റാണ് മെയിൻ റീസൺ എന്ന് വെച്ചാൽ അതവർക്ക് ഈ മുടി പോകാനുള്ള ഒരു കാരണം ക്രിക്കറ്റേഴ്സ് എന്തായിരിക്കും,
ഒന്ന് ഫുൾ ടൈം ഹെൽമെറ്റ് വെക്കുന്നു, നല്ല ഹെവി ചൂടാണ്, ഡാൻഡ്രഫ് വരാം, ഫംഗസ് വരാം. പിന്നെ ഇവർ കൂടുതലായിട്ട് ട്രീറ്റ്മെൻറ്റ് ഹെയറിന് കളറടിക്കും, സ്ട്രൈറ്റനിങ് ചെയ്യും, അങ്ങനെ പല പല ഈ സംഭവം കളികൾ ചെയ്യും. ഇതൊക്കെ കെമിക്കൽസാണ്. സോ ആ ഒരു റിയാക്ഷൻ ആവാം. പിന്നെ ധോണി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടീം പോലത്തെ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പം നിങ്ങൾക്കറിയാം എത്രത്തോളം പ്രഷർ അദ്ദേഹത്തിന് ഉണ്ടാവും. സോ ആ രീതിയിലുള്ള സ്ട്രെസ്സ് ഉണ്ടാവും, ഉറക്കം കുറവുണ്ടാവുക. പിന്നെ പല പല രാജ്യങ്ങളിൽ ഇവർ യാത്ര ചെയ്യും, അവിടുത്തെ വെള്ളം, അവിടുത്തെ ഫുഡും, ഇങ്ങനെ പല റീസൺ കൊണ്ടും ഹെയർ ഫോൾ സംഭവിക്കുക. അങ്ങനെ 2011 ധോണീൻ്റെ 2 സൈഡ് കയറിയിട്ട് മിഡിലൊക്കെ തിന്നിങ് വന്നു. അതേപോലെ ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ച ഉടൻ തന്നെ അദ്ദേഹം മൊട്ടയടിച്ചു. നിങ്ങൾ ആ ഫോട്ടോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. മൊട്ടയടിച്ച് നിൽക്കുന്ന ധോണി. അപ്പോൾ 2011 ശേഷം ധോണീൻ്റെ ഹെയർ ഫോൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതേപോലെ തന്നെ 2012 ആകുമ്പോഴും ധോണീൻ്റെ അവസ്ഥ നോക്കി. ദിസ് ഇസ് സംതിങ്, ആ ഒരു തിക്നെസ് വരുന്നില്ല. വീണ്ടും ഹെയർ വന്നു, പക്ഷേ ഫ്രണ്ടിലെ ഹെയർ ലൈൻ പോയി കിട്ടി. 2013 ആകുമ്പോഴും സെയിം അതായത് കഷണ്ടി കൂടിക്കൊണ്ട് വന്നു. ഓക്കെ, 2014 വരുമ്പോൾ പിന്നെയും കഷണ്ടി കൂടി. സീ ദസ്. ആൻഡ് 2015 ആകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് 3rd ഗ്രേഡ് ബാൾനെസ്സിലോട്ട് അദ്ദേഹത്തിൻ്റെ ഹെയർ പോയി. 2015 നോക്കി. സോ ഈ രീതിയിൽ അതിൻ്റെ ബാൾനെസ് പ്രോഗ്രസീവ് ആയിക്കൊണ്ടുണ്ട്. 2016-17 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നല്ലപോലെ കഷണ്ടി ബാധിച്ചു. അദ്ദേഹം കഷണ്ടി എന്ന് പറയുന്ന ലെവലിലെത്തി. ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് അദ്ദേഹത്തിന് ഏകദേശം ആൾമോസ്റ്റ് പോയി. പുള്ളി എന്ത് ചെയ്യുമായിരുന്നു, മുടി കുറച്ച് നീളത്തിൽ വളർത്തിയിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് ചീകിയിട്ടിട്ട് അതിനനുസരിച്ച് ഹെയർ സ്റ്റൈൽ ചെയ്യും, അല്ലെങ്കിൽ ബാക്ക് സൈഡ് ഇങ്ങനെ ട്രിം ചെയ്ത് ആ രീതിയിൽ ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. സോ പക്ഷേ 2018 IPL അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇങ്ങനെ 2 സൈഡ് നല്ലപോലെ ട്രിം ചെയ്തിട്ട് ഒരു വെറൈറ്റി സ്റ്റൈൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത് 2019 കാരണം കോവിഡ് സമയത്താണ് ഒരുപാട് ആക്ടർമാർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നത് 2019 സമയത്തായിരിക്കണം അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്നത്. കാരണം 2020 IPL ആകുമ്പോൾ അദ്ദേഹം നല്ല മുടിയാണ്. 2020 നോക്കി ധോണിയുടെ ഫ്രണ്ട് ഹെയർ വന്നു. സോ അദ്ദേഹത്തിന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത കുറച്ച് ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ അവൈലബിളുള്ള ഫോട്ടോസ് ഞാൻ കാണിക്കാം. സീ ദ ട്രാൻസ്പ്ലാന്റഡ് ഫോട്ടോസ്. അതായത് നല്ലൊരു ഹെയർ ലൈൻ. എനിക്ക് ഈ ഹെയർ ലൈൻ ഇഷ്ടപ്പെട്ടു. കാരണം സ്ട്രൈറ്റ് ഹെയർ ലൈനാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫേസ് ആ രീതിയിലത്തെ ഫേസാണ്. അദ്ദേഹത്തിൻ്റെ ഫേഷ്യൽ സ്കൽ മസിൽ അല്ലെങ്കിൽ ബോണൊന്നും ഇങ്ങനെ പ്രൊജക്റ്റഡ് അല്ല. ഒരാൾക്ക് സ്ട്രൈറ്റ് ഹെയർ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയാവുന്നുണ്ട്. ഒരു 3.5 ഫിംഗർ ഹെയർ ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇച്ചിരി ഇറക്കിയിട്ട് ഹെയർ ലൈൻ കൊടുത്തത്, അതൊക്കെ ഓക്കെയാണ്. ആൻഡ് ഹെയർ ലൈൻ ചെയ്തു, നല്ല രീതിയിൽ റിസൾട്ട് വന്നു, നല്ല ഡെൻസിറ്റി വന്നു. ആൻഡ് ഇവിടെ ചെറിയൊരു പ്രോബ്ലം നെഗറ്റീവ് അദ്ദേഹത്തിൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ്. എന്താണ് ചെറിയ നെഗറ്റീവ് അല്ല, വലിയ നെഗറ്റീവാണത്. കാരണം അദ്ദേഹത്തിൻ്റെ സൈഡ് ലോക്സ് ആണ്. നിങ്ങൾ ഫോട്ടോസ് നോക്കുക. സൈഡ് ലോക്ക് എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓവർ കട്ട് ചെയ്യിപ്പോയി. എപ്പോഴും സൈഡ് ലോക്ക് ചെയ്യുമ്പോൾ ചെറിയ തിൻ ഗ്രാഫ്റ്റുകളാണ് സൈഡ് ലോക്കിൽ വെക്കേണ്ടത്. അല്ലാതെ കട്ടി ഗ്രാഫ്റ്റുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്ത ലോക്കും മറ്റോ തമ്മിൽ തിരിച്ചറിയാൻ പറ്റും. അതേപോലെ ഷോർട്ട് ഹെയർ വെക്കുമ്പോൾ അത് തിരിച്ചറിയാൻ പറ്റും. സോ ആ ഒരു പ്രോബ്ലം ധോണി ഹെയറിൽ കാണുന്നുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം എന്താ കുറുക്ക് വഴി ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹം ഹെയർ വളർത്താൻ തുടങ്ങി. അതായത് ലോങ് ഹെയർ വെക്കാൻ തുടങ്ങി. 2021-22 കാലഘട്ടത്തിൽ ധോണി ഭയങ്കരമായിട്ട് ലുക്കായിട്ടൊരു ഫോട്ടോ സോഷ്യൽ മീഡിയ ഇങ്ങനെ വൈറലായി. നിങ്ങൾ കണ്ടു കാണാം ആ ഫോട്ടോ. സീ ദിസ് ഫോട്ടോഷൂട്ട് കാണിച്ചും ഭയങ്കര ഡെൻസിറ്റി ഒക്കെ ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. ആൻഡ് പക്ഷേ സൈഡിലൊക്കെ മാത്രം ചെറിയൊരു പ്രോബ്ലം, അത് ഇപ്പോഴും ആ ഒരു സംഭവം ഉണ്ട്. പക്ഷേ അത് അത്രത്തോളം അറിയുന്നില്ല. അത്രയും സൂക്ഷ്മമായിട്ട് നോക്കുന്ന എന്നെ പോലത്തെ ആൾക്കാർക്ക് ഇത് അറിയാൻ പറ്റും. പക്ഷേ ചില ആൾക്കാർക്ക് അറിയാൻ പറ്റും. ചെറിയൊരു ഫോട്ടോ കാണുമ്പോണ്ട്. പിന്നെ അദ്ദേഹം ചെയ്യുന്ന ഹെയർ സ്റ്റൈലായിരിക്കും. ഇത്രയും ഡെൻസിറ്റി കിട്ടുമെന്ന് വെച്ചാൽ ഡെൻസിറ്റി കിട്ടും. കാരണം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഹെയറാണ്. അതിൻ്റെ ഹെയറിൻ്റെ ക്വാളിറ്റി വളരെ തിക്ക് ഹെയറാണ്. അതായിരിക്കും ഇത്രയും ഡെൻസിറ്റി കിട്ടിയത്. പക്ഷേ പണ്ടൊരു ഈയിടെ ഒരു പ്രോഗ്രാമിൽ ഇവിടെ ഒരു വില്ലേജ് അദ്ദേഹം ടൂർ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ചെറിയൊരു തിന്നിങ്ങുള്ള ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഹെയറിലും ചെറിയ തിന്നിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര ചിലപ്പം ഇവർ ഫൈബർ ഇടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ ദിസ് എന്ത് സംതിങ് ഹെയർ സെറ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇത്ര ഡെൻസിറ്റി ഉണ്ടാവാം. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഭയങ്കര വൈറലാണ്. കഴിഞ്ഞ 2023-24 കാലഘട്ടത്തിൽ ഹെയർ സ്റ്റൈൽ വീണ്ടും മാറ്റി. കാരണം ഒരു എന്താ പറയുക വെറൈറ്റി സംഭവമാണ്. സോ ധോണി ആ ഹെയർ സ്റ്റൈലിന് ഫേമസ് ആയ വ്യക്തിയാണ്. ഇപ്പം പഴയ ലുക്കിലോട്ട് വന്നു. സോ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് സയൻസാണ്. ട്രാൻസ്പ്ലാന്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് അടിപൊളിയായിരിക്കും, അത് സംശയമില്ല. അപ്പം ഇപ്പോഴത്തെ ധോണിയുടെ ലുക്ക് നിങ്ങൾക്കറിയാമല്ലോ. ഇനിയിപ്പോൾ അടുത്ത IPL വരാൻ പോവാണ്. ആ സമയത്ത് ഏത് ലുക്കിൽ അദ്ദേഹം വരുന്നു നമുക്ക് നോക്കാം.
സോ യങ്സ്റ്റേഴ്സൊക്കെ അദ്ദേഹത്തിൻ്റെ ഹെയർ ലൈൻ ഇങ്ങനെ കോപ്പി ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ അതിന് വയസ്സായാലും ഒരു യങ്സ്റ്റർ എന്നൊരു ഫീലിംഗ് തന്നെയാണ് മനസ്സിൽ. ഇതായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റ് ധോണിയുടെ ജേർണി. 2004 തൊട്ട് 25 വരെയുള്ള ഫോട്ടോസാണ് ഞാൻ കാണിച്ചത്. സോ നിങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അടുത്ത ഏത് സെലിബ്രിറ്റിയെക്കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ആൾക്കാർ പറയുന്ന ആളെ കുറിച്ച് വീഡിയോ ചെയ്യുക. ഒരുപാട് ആൾക്കാർ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ വീഡിയോസാണ് ഞാൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത വ്യക്തികൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ കൂടുക. ഇതിൽ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസാണ്. ഒരു കാരണവശാലും ഒരാളെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. ഞാൻ ബിഗ് ഫാനാണ് ധോണിയുടെ. അതേപോലെ നല്ല രീതിയിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ ഒരുപാട് ആക്ടർമാരും അതേപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അതേപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ മെഡിസിൻ കൊണ്ട് തന്നെ മുടി വന്ന ഒരുപാട് ആൾക്കാരുടെ റിസൾട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഒരു സീരീസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 4 വീഡിയോസ് അതിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് വീഡിയോസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വേണം, അങ്ങനെ കുറേ മെസ്സേജസ് എനിക്ക് വരുന്നത്. സോ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ഇമീഡിയറ്റ്ലി നിങ്ങൾക്ക് ലിങ്കായിട്ട് അതിൽ കിട്ടും. അതേപോലെ ഒരുപാട് ആൾക്കാരുടെ റിസൾട്ട്സൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. Okay, thank you very much for watching Hair Transplant Safari. I'll come back with a new video very soon. Thank you for watching this video. Keep watching Safari channel. Bye.